ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെ സ്വർണം എന്തായാലും പോയിരിക്കുകയാണ്. ആ സമയത്ത് പൊട്ടി പൊട്ടി കരയാണ് നമ്മുടെ വർഷ. കാരണം അവൾക്ക് ആ സ്വർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസുന്ധരാദേവി കൊടുത്തതാണ്. അപ്പോഴത്തേനും ആ സ്വർണത്തിന് എത്രമാത്രം വില മതിക്കുന്നുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആരും തന്നെ അത് പോട്ടെ എന്നൊക്കെ പറയുമ്പോഴും എന്ത് പറയാനാണ്, വർഷയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം തന്നെ രാഘവൻ ശ്രീനാഥിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വർഷയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയാണല്ലോ അയാൾ. അതിനുശേഷം തന്നെ എടാ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണം മുടക്കി തരാം എന്നൊക്കെ അയാൾ ശ്രീനാഥിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാതെ ശ്രീ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വിവേക് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും മണ്ഡപത്തിൽ നിന്ന് ദക്ഷിണ കൊടുത്താൽ മതി, ബാക്കി എല്ലാവർക്കും ഇവിടുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നു കേട്ടോ. ആ സമയം തന്നെയാണ് നമ്മുടെ ശിവ എല്ലാവരോടും ചെന്ന് പറയുന്നുണ്ട്, ആൻറ്റി വർഷയുടെ സ്വർണം കാണാനില്ല, അത് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. എന്താ മോളെ ഈ പറയുന്നത്? അത് ഒരുപാട് പവനുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല ആൻറ്റി, അവൾ ആകെ വിഷമത്തിലാണ്. ഇന്നലെ രാത്രി പോലും ഞങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചതാണ്, പക്ഷേ ഇപ്പം അത് കാണാനില്ല. ഈശ്വര, വസുന്ധരാദേവി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുമെന്നായി എല്ലാവർക്കും സങ്കടം. അതിനുശേഷം തന്നെ ധനത്തിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വസുന്ധര. അതിനുശേഷം തന്നെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, കല്യാണ പെണ്ണിൻ്റെ സ്വർണ്ണമൊക്കെ കാണാണ്ടായി എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം കാണാണ്ടായി, ആ പെൺകുട്ടി ഒരുപാട് കരയുന്നു എന്ന് പറയുന്നു. അങ്ങനെ വിവേക് ഉൾപ്പെടെ മല്ലികയും വസുന്ധരയും എല്ലാവരും കൂടി വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു കേട്ടോ. വർഷയാണെങ്കിൽ അവിടെ ഭയങ്കര കരച്ചിലോടുകൂടി ഇരിക്കുകയാണ്. എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത്? സ്വർണ്ണമല്ലേ, വേറൊന്നുമല്ലല്ലോ. ഇന്ന് നിൻ്റെ നല്ല ദിവസമല്ലേ, കല്യാണ ദിവസമല്ലേ. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? മോള് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ആൻറ്റി, അത് സ്വർണം ആൻറ്റി എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ ശ്രദ്ധക്കമ്മി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് പോട്ടെ മോളെ, ഈ സ്വർണത്തിനേക്കാളും വിലയുണ്ട് നിനക്ക് എൻ്റെ മനസ്സിൽ. ആ സ്വർണത്തിനേക്കാളും ഒരുപാട് സ്ഥാനം നിനക്കുണ്ടെന്ന് പറയുന്നു. ഇല്ല ആൻറ്റി, കാരണം എന്നെ അമ്മയെ പോലെ കരുതിയിട്ട് തരണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണല്ലോ ഞാനത് സ്വീകരിച്ചതും. കാരണം എൻ്റെ അമ്മ തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആൻറ്റി, ഞാനിനി എന്ത് ചെയ്യും? സ്വർണത്തിനോടല്ല, ആൻറ്റി തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സങ്കടം എന്ന് വർഷ പറയുന്നുണ്ട്. മോളെ, സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റുമെങ്കിലും പക്ഷേ നിൻ്റെ മനസ്സിലെ സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം എവിടുന്ന് വാങ്ങിക്കാനൊന്നും കഴിയില്ലല്ലോ. അത് നമ്മൾ പരസ്പരം അറിഞ്ഞു കൊടുത്തതല്ലേ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ആ സ്വർണ്ണം ഇവിടെ തന്നെയാണോ നിങ്ങൾ വെച്ചതെന്ന് പറയുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവൾക്ക് ഓർണമെൻറ്റ്സ് അണിയിക്കാൻ നോക്കുമ്പോഴത്തേനും ഇവിടെ അത് കാണാനില്ല എന്ന് പറയുന്നു കേട്ടോ. അവിയാണെങ്കിലോ ഇനിയിപ്പോൾ എവിടെ പോയിട്ടാണ് ചെയ്യുക? കാരണം ഇത് ഇവിടെ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കള്ളൻ കയറിയ ഒരു ലക്ഷണവും ഇവിടെ കാണുന്നില്ല. കൃത്യമായിട്ട് അതെവിടെയാണ് വെച്ചിരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ മോഷ്ടാവിൻ്റെ പിറകിലെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, എന്നാൽ അയാൾ ഇവിടെ വിട്ട് പോയിട്ടുണ്ടാവില്ല, നമ്മളുടെ ഇടയിൽ തന്നെ അയാളുണ്ടാവും. അതാർക്കും മനസ്സിലാവാത്തതാണ്, ഒന്നും മനസ്സിലാവാത്തത് പോലെ അയാൾ അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോള് വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് പോലീസിനെ അറിയിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രീനാഥ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാഘവൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വിവാഹം മുടക്കി തരാമെന്ന്. ചിലപ്പോൾ ഒരു കാരണം അതായിരിക്കുമോ. വർഷയുടെ സ്വർണമെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ വസുന്ധര പറയും വിവേകമായിട്ടുള്ള തൻ്റെ കല്യാണം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ആ രാഘവൻ അങ്ങനെ ചെയ്തതാണോ എന്നുള്ള സംശയത്തിൽ ശ്രീനാഥ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് രാഘവനാണെങ്കിലോ അവിടെ ഫോട്ടോഗ്രാഫറുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ മോളുടെ സ്വർണം പോയി, ഇതിന് മാത്രം എൻ്റെ മോൾ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായ ഒരു അഭിനയമാണ് കേട്ടോ നടത്തുന്നത്. ആ സമയത്ത് ശ്രീനാഥും വിവേകും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്താണോ താൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ മോളുടെ സ്വർണം കാണാതെയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ താനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനോ? എന്ത് ചെയ്യാനാടാ, ഞാനൊന്നല്ല, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യോ? എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടാനല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ എന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ പോലീസിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോലീസ് ഇവിടെ വരും, എന്നിട്ട് നമുക്ക് സംശയിക്കുക ആരാണെന്നുള്ളത്. പോലീസൊന്നും വേണ്ട മോനെ എന്ന് വിവേകിനോട് പറയുന്നുണ്ട്. ഉള്ള സ്വർണം വെച്ചിട്ട് എന്തായാലും കല്യാണം നടത്താനായിട്ട് നോക്ക്, അല്ലാതെ ആ പോയതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനല്ലേ നേരമുള്ളൂ എന്ന് പറയുന്നു. എത്ര നേരം വൈകിയാലും വേണ്ടിയില്ല, ഈ സ്വർണം കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾ അതിന് വേണ്ടി SI സാറിനോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ രാഘവൻ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രീനാഥ് ചോദിക്കുന്നുണ്ട്. അല്ല, അകത്തേക്ക്. വേഗം അകത്തേക്ക് കയറി പോവുമായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നു കേട്ടോ.
പിന്നെയും വർഷം ഒരുപാട് വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. പോട്ടെ വർഷേ, നീ അത് കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ആ സ്വർണം പോയാൽ പോട്ടെ. നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ദേ ആൻറ്റി വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആൻറ്റി എത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ മോളെ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ മോളെ. നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിൻ്റെ കല്യാണമല്ലേ? ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചുകൊണ്ടിരുന്നിട്ടും വല്ല കാര്യമുണ്ടോ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. ആൻറ്റി, എനിക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. എത്ര കാര്യമായിട്ടാണ് ആൻറ്റി എനിക്കത് തന്നത്. എന്നിട്ടും അത് കാര്യത്തോടു കൂടി സ്വീകരിച്ചിട്ടും ഞാനത് സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. മോളെ, നീ ടെൻഷൻ അടിക്കേണ്ട. അത് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. ഇവിടെയുള്ള ഒരാളാണ് അത് മോഷ്ടിച്ചതെങ്കിൽ തീർച്ചയായും എൻ്റെ മകൾക്ക് അത് കിട്ടുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ രാഘവൻ അവിടെ കുറച്ച് സ്ത്രീകൾ കൂടി ഇരിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ട്. അവിടെ അതിന് നടുക്ക് പോയിരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മോൾക്ക് എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ മോളൊരു പാവമാണ്. അവളുടെ ഒരു തലവിധിയാണല്ലോ ഇങ്ങനെ. എപ്പോൾ നോക്കിയാലും അവളുടെ ഓരോ കാര്യത്തിനും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ അവിടെ അഭിനയിച്ച് തകർക്കുന്നു കേട്ടോ. ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അയാൾ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് CSR വരുന്നുണ്ട്. CSR വന്നതിന് ശേഷം തന്നെ അവിടെ എന്താ പ്രശ്നമെന്ന് വിവേകിനോട് അന്വേഷിക്കുന്നു കേട്ടോ. ആ സമയത്ത് വിവേക് കാര്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു. അതിനുശേഷം അകത്തേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണ് വർഷ, കല്യാണ പെണ്ണ് ഇവളാണെന്ന് പറയുന്നു. വർഷ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷയ്ക്ക് അറിയോ അത് എത്ര പവൻ സ്വർണ്ണം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. വർഷയ്ക്കാണെങ്കിലോ അത് എത്ര പവൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം അത് വസുന്ധര ദേവി തന്നതാണ്, തൻ്റേതല്ലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതെന്താ വർഷയ്ക്ക് അറിയാത്തത്? ആ സമയത്ത് ശിവ പറയുന്നുണ്ട്, ഏകദേശം ഒരു 20 പവൻ കാണുമെന്ന് പറയുന്നു. വർഷയുടെ സ്വർണം എങ്ങനെയാണ് ശിവയ്ക്ക് അറിയാൻ പറ്റുന്നത് എത്ര പവൻ ഉണ്ടാവും എന്നുള്ളത്? അത് പിന്നെ എനിക്ക് ഏകദേശം ഒരു ഊഹമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, 35 പവൻ സ്വർണ്ണമാണ് അതുള്ളതെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ആകെ ഞെട്ടുന്നുണ്ട്. 35 പവന് ഇപ്പോഴത്തെ വില അനുസരിച്ച് എത്രയെങ്ങാനും രൂപയായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും നല്ല പോലെ അറിയാം കേട്ടോ. അതിനുശേഷം തന്നെ അത് നിങ്ങൾക്കിങ്ങനെ വ്യക്തമായിട്ട് അറിയുമെന്ന് ചോദിക്കുന്നു. ഞാനാണ് വർഷയ്ക്ക് ആ സ്വർണം കൊടുത്തത്. നിങ്ങളെന്ത് കൊടുക്കാൻ കാരണം? എൻ്റെ മകനാണ് വിവേക്. വിവേകാണ് വർഷ വിവാഹം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് സ്വർണം കൊടുത്തതാണ്. ഇന്നലെ ഞാനാണ് ഇവിടെ വന്നിട്ട് സ്വർണം കൊടുത്തതെന്ന് പറയുന്നു കേട്ടോ. അതെ, ഒന്ന് അവിടെ ഇരിക്കുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് ആരെയില്ല എന്ന് പറയുന്ന സമയത്താണ് ശ്രീനാഥ് പറയുന്നുണ്ട്, എനിക്കൊരാളെ നല്ല സംശയമുണ്ട്. സംശയമാണ് കേട്ടോ എന്ന് പറയുന്നു. ആരെയാണ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷയുടെ രണ്ടാം അച്ഛൻ ഇവിടെ പതുങ്ങി പാത്ത് നിൽക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിലോ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ഇന്നലെ ഇവിടെ സ്വർണം കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അയാൾ ഇവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നത്. അയാൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാ ഇപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ CSR ഇവിടെ നിൽക്കുകയാണ് ഒളിഞ്ഞിട്ട്, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ചുകൊണ്ട് വരുന്നു കേട്ടോ. എന്നിട്ട് മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. ഇയാളാണോ ഈ ഒരു സ്വർണ്ണമൊക്കെ കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ രാഘവൻ തന്നെ ആയിരിക്കാം അതെടുത്തത്. അല്ലെങ്കിൽ രാഘവൻ എന്ത് ചെയ്തിട്ടുണ്ടാവാം? അത് ശ്രീനാഥിൻ്റെ ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിഞ്ഞു പോവുമായിരിക്കും. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ രാഘവൻ്റെ കയ്യിൽ മാത്രമാണെങ്കിൽ അത് അതിലൂടെ തീർന്നു പോവുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.